കരിമ്പുഴ പഞ്ചായത്തിലെ കാഞ്ഞിരായി കടവിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന ജലബന്ധാര തടയണ നിർമ്മാണം തടയാനുള്ള കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ നീക്കം ഉപേക്ഷിക്കണമെന്ന് CPIM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഫെബ്രുവരി 16 നടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലെടുത്ത തീരുമാനം ജില്ലാ പഞ്ചായത്തിന് രേഖാമൂലം അറിയിച്ചു. ഈ തീരുമാനത്തിലൂടെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയെയാണ് ഇല്ലാതാക്കുന്നതെന്ന് CPM പറഞ്ഞു. മേജർ ജലസംരക്ഷണ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി 3.74 കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചത്. ഫണ്ട് പൂർണ്ണമായും മൈനർ ഇറിഗേഷൻ ഡിവിഷന് കൈമാറി. കുന്തിപ്പുഴയ്ക്ക് കുറുകെ 76.5 മീറ്റർ നീളത്തിൽ പരമാവധി 2 മീറ്റർ ഉയരത്തിലാണ് തടയണ നിർമ്മിക്കുന്നത്. 25 പില്ലറുകളും 24 എടുത്തുമാറ്റാവുന്ന ഷട്ടറുകളും ഉണ്ട്. ആയതിനാൽ സമീപത്തെ കൃഷിസ്ഥലത്ത് വെള്ളം കയറുമെന്നത് അടിസ്ഥാനരഹിതമാണ്. ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6, 12, 13, 14 വാർഡുകളിലെ ജനങ്ങൾക്കും വിവിധ പാടശേഖരങ്ങളിലേക്കും തടയണയുടെ ഗുണം ലഭിക്കും. കൂടാതെ വേനൽക്കാലത്തെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരവുമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ AK ഷീലാദേവി അഭിപ്രായപ്പെട്ടു. കാഞ്ഞിരായിക്കടവ് ജലബന്ധാര പറയണത് സാധാരണ വെറുമൊരു തടയണയല്ല, അതൊരു ഗോവൻ മാതൃകയിലുള്ള തടയണയാണ്. അതിന് അവിടെ 24 പില്ലറും 25 ഷട്ടറും ഉള്ള ഒരു തടയണയാണത്. ഏകദേശം ഒരു 75 മീറ്ററോളം വീതിയിലുള്ള സ്ഥലത്താണ് ഈ പില്ലറുകളും അതിൻ്റെ ഷട്ടറുകളും വരുന്നത്. അവിടുത്തെ പാടശേഖരങ്ങളിലേക്ക് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് വെള്ളം കയറി കൃഷി നശിക്കുന്ന യാതൊരു സാഹചര്യവും ഉണ്ടാവില്ല എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ പഠനം നടത്തിയിട്ടാണ് ഈ തടയണ വന്നിട്ടുള്ളത്. ഇപ്പോൾ 5 വർഷം ശ്രീധരൻ മാഷ് കഴിഞ്ഞൊരു 5 വർഷക്കാലം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ എഞ്ചിനീയർമാർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു നല്ല പരിശ്രമം നടത്തിയിട്ടാണ് അങ്ങനൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ആളുകളെ ഇത് കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ആ തടയണ എന്ന് പറയുമ്പോൾ അവിടുത്തെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രഥമ പരിഗണന ഉള്ളൊരു സാധനമാണ്. ഇപ്പോൾ നമുക്കറിയാം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലടക്കം ടാങ്കർ ലോറിയിലാണ് കുടിവെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നത്. 6 വാർഡുകൾ പ്രധാനമായിട്ടും കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയും. ഈ പറയുന്ന കർഷകർ, ഇവിടുത്തെ കൃഷി ഇതുകൊണ്ട് നശിക്കും എന്ന് പറയുന്ന കർഷകർക്ക് വേനൽക്കാലത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ധാരാളം കൃഷി ചെയ്യാനും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന രീതിയിലേക്കാണ് ഈ തടയണ വന്നാൽ നമുക്ക് അവിടെ സാധ്യമാകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പിറകിൽ ഈ പ്രവർത്തനം നടത്തരുത് എന്നുള്ള ബോധപൂർവമായിട്ടുള്ളൊരു തീരുമാനം, ആരാണോ അത് തീരുമാനിച്ചെന്ന്, ആരാണതിൻ്റെ പിന്നിൽ കളിക്കുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ കൃത്യമായിട്ട് ഈ ഒരു പദ്ധതി വരരുത് എന്നുള്ളൊരു വലിയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഏതോ വ്യക്തികൾ അതിൻ്റെ പിന്നിലുണ്ട്. കാരണം നമ്മളൊക്കെ തന്നെ വീണ്ടും വീണ്ടും അവിടെ പോയി, ഇപ്പോൾ പുതിയ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി വന്നപ്പോൾ സെക്രട്ടറി, ഞാൻ, അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ എല്ലാവരും ചേർന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും ഈ പ്രയാസം പറയുന്ന കർഷകരെയൊക്കെ അവിടെ വിളിച്ചു ചേർത്തു. കർഷകരോട് വളരെ കൃത്യമായിട്ട് അവിടുത്തെ എഞ്ചിനീയർമാർ ഇതിൻ്റെ വിവരങ്ങളെല്ലാം അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ പണിയെടുത്ത ആൾ, കോൺട്രാക്ടർ, അയാൾ അതിൻ്റെ ഒരു നിക്ഷേപ തുകയൊക്കെ കെട്ടിവെക്കണമല്ലോ. നമുക്ക് ഇങ്ങനത്തെ എത്ര വലിയ പദ്ധതി എടുക്കുമ്പോൾ അതൊക്കെ കെട്ടിവെച്ചു. അയാളിപ്പോൾ ഒരു ഫെബ്രുവരി മാസത്തിൽ പണി തുടങ്ങാൻ തയ്യാറായിരുന്നു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇതുവരെ മഴയൊന്നും ഉണ്ടായില്ല. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 2-3 മാസം കൊണ്ട് ഏകദേശം അതിൻ്റെ പണി ഒരു 10-60% പണി കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് ആ ഒരു തടയണയുടെ പണി എത്തേണ്ടതായിരുന്നു. ഒരു പക്ഷേ മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു പണി പൂർത്തീകരിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നു അതിൻ്റെ ഒരു പദ്ധതിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കരാറ്, അതുപോലെ പൈസ കെട്ടിവെക്കൽ എല്ലാം കഴിഞ്ഞു. ഇനി അവിടെ ചെല്ലുക, സാധനങ്ങൾ ഉപയോഗിക്കുക, പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഇങ്ങനൊരു പരാതി പറയണത് അതൊട്ടും തന്നെ ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഒട്ടേറെ യോഗങ്ങൾ ഇതിൻ്റെ മുന്നേ വിളിച്ചു ചേർത്തിട്ടുണ്ട് ശ്രീധരൻ മാസ്റ്റർ നേതൃത്വത്തിൽ. കരിമ്പുഴയിലെ പഴയ പഞ്ചായത്ത് ഭരണസമിതി പറയുമ്പോഴും UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതി തന്നെയാണ്. ആ ഭരണസമിതിയുടെ തുടർച്ചയാവണമല്ലോ ഇപ്പോഴത്തെ ഒരു ഭരണസമിതി ഉണ്ടാവുക. എന്നിട്ട് പോലും ഇങ്ങനത്തെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ ഖേദകരം തന്നെയാണ്. നാട്ടിലിപ്പോൾ വലിയ കുടിവെള്ളക്ഷാമം പോലെയുള്ള ഇത് വരുമ്പോൾ ആളുകൾക്ക് കുടിവെള്ളം മുട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങളും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള വിവരങ്ങളും അവർ സ്വീകരിക്കാത്ത രീതിയിലാണ് അവർ ഈ ഒരു പദ്ധതിയെ തകർക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നത്. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ഒരു മാതൃകാ പദ്ധതിയായിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ
ഒരു മാതൃകാ പദ്ധതിയായിട്ടാണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കേരളത്തിലൊന്നും വേറെ എവിടെയും ഒരു ജലബന്ധാര ഇങ്ങനൊരു ഗോവൻ മാതൃകയിൽ വേറൊരു സ്ഥലത്തും ഇങ്ങനൊരു ജലബന്ധാരയ്ക്ക് രൂപകൽപ്പന ചെയ്തിട്ടില്ല. അപ്പോൾ കേരളത്തിലാകെ തന്നെ പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു മാതൃകാ പദ്ധതിയാണ് ഇവരുടെ ഈ വാശി മൂലം നടപ്പിലാക്കാൻ കഴിയാതിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഈ പദ്ധതി സഫലമാകാൻ, നാട്ടിലെ ആളുകളുടെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പുഴയിൽ 2 മീറ്റർ ഉയരത്തിലാണ് വേനൽക്കാലത്ത് പരമാവധി വെള്ളം സംഭരിക്കുക. പരാതിക്കാരുടെ സ്ഥലത്ത് നിന്ന് 2 മീറ്റർ താഴെയാണ് പുഴയിലെ ജലനിരപ്പ് വരിക. മഴക്കാലത്ത് പരാതിക്കാരുടെ കൃഷിസ്ഥലത്ത് 1.25 മീറ്റർ ഉയരത്തിൽ വെള്ളം ഒഴുകിപ്പോകാറുണ്ട്. കൃഷിയിടങ്ങൾക്ക് സംരക്ഷണമായി പുഴയുടെ ഇരുവശത്തും 100 മീറ്റർ നീളത്തിൽ 2 മീറ്റർ ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. ജനങ്ങളെ ഇക്കാര്യങ്ങൾ അറിയിക്കാനും സംശയങ്ങൾ തീർക്കുവാനുമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് കരിമ്പുഴ പഞ്ചായത്തിലും പദ്ധതി പ്രദേശത്തും നിരവധി യോഗങ്ങൾ നടന്നിരുന്നു. തടയണ നിർമ്മാണ ഉദ്ഘാടനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികളും പങ്കെടുത്തിരുന്നു. പണി തുടങ്ങിയിരുന്നുവെങ്കിൽ ഈ സീസണിൽ നിർമ്മാണം പൂർത്തീകരിക്കാമായിരുന്നു. ഇതാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തടസ്സപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പഠന സംഘം ഗോവയിൽ സന്ദർശനമൊക്കെ നടത്തി. ആ മാതൃകയിൽ നമ്മുടെ ഇവിടെയും ഒരു തടയണ നിർമ്മിക്കണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹരിത കേരളം പദ്ധതിയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ഏറ്റെടുക്കുന്നത്. പഠനമെല്ലാം നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെല്ലാം ചുമതലപ്പെടുത്തി ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ തന്നെ സമയമെടുത്തുകൊണ്ട് അതിൻ്റെ പഠനം നടത്തി. ഏതാണ്ട് മാസങ്ങളോളം കൊച്ചിയിൽ നിന്ന് ബോട്ട്, അതുപോലെ തന്നെ പാറ കുഴിക്കാനുള്ള സൗകര്യങ്ങൾ, അതിൻ്റെ മണ്ണ് പരിശോധനയ്ക്കുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പുഴയിലിറക്കി ഒരുപാട് ദിവസങ്ങൾ അവിടെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനം നടത്തി. 10 ലക്ഷം രൂപയുടെ ചിലവാണ് ആ ഇൻവെസ്റ്റിഗേഷന് മാത്രമുള്ളത്. അപ്പോൾ 10 ലക്ഷം രൂപ ചിലവഴിച്ച് ഒരു ഗവൺമെൻറ് ഏജൻസിയെ കൊണ്ട് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വളരെ സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് അതവിടെ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ആശങ്കകളുണ്ടാവും, സംശയങ്ങളുണ്ടാവും. അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ സമയാസമയത്ത് നടത്തി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, മൈനർ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ചേർന്നിട്ട് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ യോഗം ചേർന്നു. ചില ആളുകൾ ചില സംശയങ്ങളൊക്കെ ഒന്ന് ഉന്നയിച്ചു. ആ ഉന്നയിച്ച സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു. 10 അടിയിൽ നിന്ന് നമ്മൾ തടയണ 2 മീറ്ററാക്കി ചുരുക്കി. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ പുഴയുടെ ആഴവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതൊരു വലിയൊരു ജലസംഭരണിയല്ല. പലരും വിചാരിച്ചുള്ളത് ആ പുഴയോടെ ആകെ കെട്ടി നിർത്തുന്നതാണ്. അങ്ങനെ കെട്ടി നിർത്തിയിട്ട് പുഴയോരത്തൊക്കെ വെള്ളം കയറിയിട്ടാകെ കുഴപ്പമുണ്ടാകും എന്ന പ്രചരണമാണ് ഈ തടയണയ്ക്കെതിരെ പ്രചരണം നടത്തിയിട്ടുള്ള ആളുകൾ തുടക്കത്തിൽ ഉള്ളൊരു പ്രചരണം അവർ നടത്തിയത്. പക്ഷേ അതെല്ലാം നമ്മൾ ദൂരീകരിച്ചു. മാത്രവുമല്ല, നമുക്കിതിൽ വേണമെച്ചാൽ ഒരു തുള്ളി വെള്ളവും ഈ തടയിണയിൽ സംഭരിക്കാത്ത തരത്തിൽ ഈ തടയിണയെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 25 പില്ലറുകൾ, 24 ഷട്ടറുകൾ. ഈ ഷട്ടറുകളെല്ലാം നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. ഇപ്പോൾ 2 മീറ്റർ ഹൈറ്റിലാണെന്ന് വെച്ചാൽ 450 സെൻറ്റിമീറ്ററിൻ്റെ ഫൈബർ ഷട്ടറുകളാണ് ഇതിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മീറ്റർ വെള്ളം സംഭരിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് 4 ഷട്ടർ അവിടെ നിർത്താം. 1.5 മീറ്ററേ വേണ്ടു വെച്ചാൽ 2 ഷട്ടർ നിർത്താം, ബാക്കി എടുത്ത് വയ്ക്കാം. 1/2 മീറ്റർ വെള്ളം നമുക്ക് വേണ്ടു വെച്ചാൽ 3 ഷട്ടർ എടുത്ത് വയ്ക്കാം. ഒരു തുള്ളി വെള്ളം അവിടെ വേണ്ട വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മുഴുവൻ ഷട്ടറുകൾ നമ്മൾ ഊരിയിട്ട് അതിൻ്റെ ഷെൽട്ടറിൽ നമുക്ക് വയ്ക്കുന്നുണ്ട്. ഇത്രയും നമ്മുടെ ഇവിടുത്തെ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളെല്ലാം പരിഗണിച്ച് അത് എല്ലാം പഠനവും നടത്തിയിട്ടാണ് ഈ പദ്ധതിക്ക് നമ്മൾ രൂപം നൽകിയിട്ടുള്ളത്. ഈ തടയണ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇതവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമാണ്. മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഒരു വലിയ വികസനം. അത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ജലസംരക്ഷണ പ്രോജക്റ്റായിട്ടാണ് ഈ പദ്ധതി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു പ്രാദേശിക ഗവൺമെൻറ്റാണ് എന്നുള്ളത് നമുക്കൊരിക്കലും നീതീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ജില്ലാ പഞ്ചായത്ത് നേരിട്ട് അവിടെ പോയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഓരോ ഘട്ടത്തിലും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ളവർ, ജനപ്രതിനിധികളായിട്ടുള്ളവർ, വാർഡ് മെമ്പർമാർ, അവിടുത്തെ നാട്ടുകാർ, കൃഷിക്കാർ
ഇവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അപ്പം തന്നെ അവിടെ ഓടിയെത്തി അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തോ കാരണം കൊണ്ട് ഈ പരാതിക്കാരായിട്ടുള്ള കൃഷിക്കാരുടെ പിന്നിൽ പിന്നെ നിലകൊള്ളുന്ന ഒരു രീതിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതിലേക്ക് ഒരു പ്രാദേശിക ഗവൺമെൻറ് വളരെ കാഴ്ചപ്പാടോട് കൂടി പ്രവർത്തിക്കേണ്ടതാണ്. കരിമ്പുഴ പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. അവിടെ ഒരു കുടിവെള്ള പദ്ധതിൻ്റെ, കരിമ്പുഴ കുടിവെള്ള പദ്ധതി നല്ല വേനൽക്കാലം വന്നപ്പോൾ 2ാം കൊല്ലത്തിലെ അവിടെ വെള്ളടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല, ഒരു തുള്ളി വെള്ളം അവിടെ പമ്പിക്കല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു തടയണം വന്നു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയെ അത് ഉപേക്ഷിക്കാൻ പിന്നെ ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിച്ചിട്ടില്ല. പാർട്ടിയും ആ പദ്ധതി അവിടെ നടപ്പിലാക്കണം എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിൻ്റെ തീരുമാനം ജനങ്ങൾക്കെതിരായതാണ് എന്നുള്ളതുകൊണ്ട് കരിമ്പുഴ പഞ്ചായത്തിലെ തീരുമാനത്തോടുള്ള ശക്തമായ പ്രതിഷേധവും വിയോജിപ്പും CPIM രേഖപ്പെടുത്തുകയാണ് എന്നും പഞ്ചായത്ത് പറയുന്നതിന് ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും വെറും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പഞ്ചായത്തിൻ്റെ സങ്കുചിതമായ താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് പൊതുവികസന പദ്ധതിയായ തടയണയുടെ നിർമ്മാണ നടപടികൾക്ക് എല്ലാ സഹായവും ഉണ്ടാകണം, അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി K. ജയദേവൻ അറിയിച്ചു. 16/2/26 കരിമ്പുഴ പഞ്ചായത്ത് യോഗം ചേർന്ന് കാഞ്ഞിരായി കടവിൽ നിന്ന് ആ തടയണ നിർമ്മാണം മാറ്റണം എന്ന് ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആ തീരുമാനം ജനങ്ങൾക്ക് എതിരായതാണ് എന്നുള്ളത് കൊണ്ട് കരിമ്പുഴ പഞ്ചായത്തിൻ്റെ തീരുമാനത്തോടുള്ള ശക്തമായ പ്രതിഷേധവും വിയോജിപ്പും CPIM രേഖപ്പെടുത്താൻ എന്ന് മാത്രമല്ല, അതിൻ്റെ ഇനി പണി വേണമെങ്കിൽ നാളെ തുടങ്ങാം എന്ന ഒരവസ്ഥയിലാണുള്ളത്. വേറെ യാതൊരു ടെക്നിക്കൽ ഇഷ്യൂസും നിലവിലില്ല. അതിൻ്റെ ഉദ്ഘാടനം നേരത്തെ കഴിഞ്ഞതാണ്. ആ സമയങ്ങളിൽ ഇവരെല്ലാവരും ആ ഉദ്ഘാടന യോഗങ്ങളിലെല്ലാം പങ്കെടുത്തതാണ്. ഈ പ്രദേശത്തും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും ജനപ്രതിനിധികളും ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ സംശയങ്ങളെല്ലാം തീർത്തതാണ്. മൈനർ ഇറിഗേഷനാണ് ഈ പണി നടത്തുന്നത്. അവരുടെ അക്കൗണ്ടിലേക്ക് ജില്ലാ പഞ്ചായത്ത് ഈ പണം കൈമാറിയതാണ്. ടെൻഡർ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതാണ്. പറഞ്ഞല്ലോ, വേണമെങ്കിൽ നാളെ പണി തുടങ്ങാം, നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ പണി പൂർത്തീകരിച്ചേനെ. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ ഈ പ്രദേശത്തിനാകെ കുടിവെള്ളത്തിനും മറ്റ് ജലസേചനത്തിനും ഉൾപ്പെടെ വലിയ തോതിൽ സൗകര്യം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ പദ്ധതിയെ ഏതോ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് UDF നേതൃത്വം കൊടുക്കുന്ന കരിമ്പുഴ ഭരണസമിതി, പഞ്ചായത്തിൻ്റെ ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും CPIM അത് അംഗീകരിക്കാൻ പോകുന്നില്ല. അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണം. എത്രയും പെട്ടെന്ന് അവരുടെ കൂടി സഹായത്താൽ, പിന്തുണയാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, തടസ്സം നിൽക്കാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ അവർക്കതിൽ റോളൊന്നുമില്ല. അതല്ല, വീണ്ടും അവരിതുപോലെയുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ CPM തയ്യാറാകും എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഒരു പദ്ധതി വരുമ്പോൾ, ഈ പദ്ധതിയല്ല ഏതു പദ്ധതിയാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള സ്റ്റഡിയെല്ലാം നടത്തിയിട്ടാണ് അതൊക്കെ ചെയ്യുക. അവിടെ വെള്ളം കയറുമോ, വെള്ളം എത്ര കയറും, അങ്ങനെ കയറിയാൽ സമീപത്തെ കവുങ്ങും തെങ്ങും ആ തോട്ടങ്ങളുമെല്ലാം വെള്ളത്തിനടിയിലാകുമോ ആകില്ലയോ എന്നെല്ലാം ആരാ പറയാൻ? അത് പറയേണ്ടത് പഞ്ചായത്ത് പ്രസിഡൻ്റല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ്. ഇപ്പോൾ ഞങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? അതെങ്ങനെ നമ്മൾ പറയാം? അതിനൊരു സാങ്കേതിക വിഭാഗം നമ്മുടെ രാജ്യത്തില്ലേ? അവരുടെ എല്ലാം സഹായത്തോട് കൂടിയിട്ടല്ലേ ഇത്തരം വലിയ പ്രോജക്റ്റുകളെല്ലാം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ഈ പറയുന്നതിലൊന്നും ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ല. വെറും ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, മൈനർ ഇറിഗേഷനാണ് ഈ വർക്ക് ചെയ്യുന്നത്. അവർ ഈ പണി നടത്തുന്നതിന് മുന്നോടിയായിട്ട് ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡ്, IDRB എന്ന് പറയും, അതിൻ്റെ നേതൃത്വത്തിൽ ആ സ്ഥലത്ത് ഒരു പരിശോധന നടത്തിയതാണ്. ആ പരിശോധന പീച്ചിയിലുള്ള കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്താലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പരിശോധിച്ച് ആ പ്രദേശത്ത് ശാസ്ത്രീയമായി ഇത്തരമൊരു തടയണ വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത്. അതിന് മാത്രം 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ പഠനം നടത്തിയിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താ? അവിടെ
44 മീറ്റർ ഉയരത്തിലാണ്, സമുദ്രനിരപ്പിൽ നിന്ന് 44 മീറ്റർ ഉയരത്തിലാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ തടയണയുടെ പ്രത്യേകത 2 മീറ്ററോളം വെള്ളം സംഭരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ വേനൽക്കാലത്ത് വെള്ളം സംഭരിക്കപ്പെട്ടാൽ 46 മീറ്ററാണ് മാക്സിമം വാട്ടർ ലെവൽ, 46 2 മീറ്ററാണ് വെള്ളം സംഭരിക്കാൻ കഴിയുക. ഇവർ ഈ പറയുന്ന ഈ കൃഷിയിടങ്ങൾ 48 മീറ്റർ ഉയരത്തിലാണ്. 2 മീറ്റർ ഉയരത്തിൽ വെള്ളം തടഞ്ഞു നിർത്തപ്പെട്ടാൽ തന്നെ ഈ പറയുന്ന ഇവരുടെ കൃഷിഭൂമിയിൽ നിന്ന് 2 മീറ്റർ താഴെയാണ് വെള്ളം നിൽക്കുക. ഇതിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ? ഞാനിത് പറഞ്ഞാൽ എങ്ങനെയാവോ? അല്ല, ഇത് 49 പഞ്ചായത്ത് പ്രസിഡൻറ്റോ മെമ്പറോ അല്ലെങ്കിൽ അവിടെയുള്ള ഒരാളോ പറഞ്ഞാൽ സാധിക്കുമോ? ഇത് ടെക്നിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ അല്ല എന്നവർ പറയട്ടെ. മറ്റൊരു കാര്യമുണ്ട്, മഴക്കാലത്ത് നമ്മളെല്ലാവരും ഇപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരല്ലേ, അവിടെ വെള്ളം വരുന്നത് 49.5 മീറ്റർ 9.5 മീറ്റർ ഉയരത്തിൽ വെള്ളം വരുന്നു മഴക്കാലത്ത്. ഇതെല്ലാം മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രശ്നമില്ലയോ? യഥാർത്ഥത്തിൽ ഈ തടയണ കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് അവിടെയുള്ള പാവപ്പെട്ട കർഷകരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച്, നമുക്കിപ്പോൾ ഇത് കണ്ടാൽ തടയണ വന്നാൽ വെള്ളം മൂടും എന്നുള്ളത് അതൊരു പൊതുബോധമാണല്ലോ. ഒരു പൊതുവായിട്ട് അങ്ങനെയാണ് കരുതുകയായി. അപ്പോൾ അതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി പോവും, അതുകൊണ്ട് നിങ്ങളുടെ ഇതെല്ലാം വെള്ളത്തിൽ അടിയിലാകും എന്ന് ആ പാവപ്പെട്ട കർഷകരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആരുടെയെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അത് തെളിയേണ്ട ഒരു കാര്യമാണ്. ആരുടെയോ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയെ നശിപ്പിക്കാൻ, അവിടെ നിന്ന് മാറ്റാൻ ഏതായാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാനാണ്. ഈ ഒരു അവസ്ഥയിൽ ആ തടയണ ഉപേക്ഷിക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു ടെക്നിക്കലി അറിവ് ആവശ്യമായിട്ടുള്ളൊരു കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുക എന്നൊരവസ്ഥ ഏതായാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അവരിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ അവിവേകം, ആർക്കോ വേണ്ടി ചെയ്യുന്ന ഈ കാര്യം അവർ തിരുത്തണം. തടയണ പഴയ സ്ഥലത്ത് തന്നെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം അവർ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം വലിയ സമരത്തിന്, അവിടെയുള്ള ജനങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ സമരത്തിന് CPIM നേതൃത്വം കൊടുക്കും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K. ജയദേവൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ഏരിയ കമ്മിറ്റി അംഗവുമായ K. ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ AK. ഷീലാദേവി, കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K. സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു.